ഹലോ ഗായ്സ്, ഞാൻ MSN ക്യാരറ്റ്യൂബർ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലേക്ക് വരുന്നത് നിങ്ങളുടെ അടുത്ത് എങ്ങനെ ഹാംസ്റ്ററിൽ പൈസ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ക്രിപ്റ്റോയിൽ പൈസ ഉണ്ടാക്കണമെന്ന് പറയാനല്ല. ഇവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ ഇതിൽ പറ്റിക്കപ്പെട്ട് പോകരുതെന്ന് പറയാനാണ്. അപ്പം ഞാൻ ഫുള്ള് കഥ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാനിങ്ങനെ ഹാംസ്റ്റർ കോമ്പാറ്റിലൂടെയാണ് ക്രിപ്റ്റോയിലേക്ക് വരുന്നത്. അപ്പം പ്രതീക്ഷയോടെയാണ്, അതായത് ഹാംസ്റ്റർ കോമ്പാറ്റ് എന്നുള്ള സംഭവം എൻ്റെ ഒരു കസിൻ എനിക്ക് റെക്കമെൻഡ് ചെയ്തിരുന്നു. പക്ഷെ അതിൻ്റെ ശേഷം എനിക്ക് വലിയ പ്രതീക്ഷയില്ലെങ്കിലും അഥവാ ഹാംസ്റ്റർ കോമ്പാറ്റ് കുറച്ച് നോട്ട് കോയിനെ പോലെ ലിസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം കുറച്ച് പൈസയെങ്കിലും കിട്ടിയാൽ ലാഭമല്ലേ, അതായത് നമ്മൾ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഹാംസ്റ്ററിലേക്ക് വന്നത്. അങ്ങനെ ഹാംസ്റ്ററിൽ കുറേ ടൈം കളഞ്ഞ് ഇപ്പോൾ PPH 1.5 മില്യനായി. ഇപ്പം ഞാൻ ഒഴിവാക്കി ഇട്ടേക്കാണ്. ഡെയിലി റിവാർഡ്സും ഡെയിലി സൈഫർ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. പക്ഷേ ഇതുവരെ ഇത് ചെയ്തിട്ട് ആൾക്കാർക്കൊന്നും ഉപകാരം ഉണ്ടായിട്ടില്ല. ഒരു പ്രാവശ്യം ഇവർ എയർ ഡ്രോപ്പ് കൊടുത്തിനെന്ന് ഞാൻ കേട്ടിരുന്നു, പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ പോലെ ട്രേഡിങ് ഇതായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ ഈ ചുരുങ്ങിയ കാലയളവിൽ വലിയ സ്കാം കിട്ടിയ ആളാണ് ഞാൻ. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഹാംസ്റ്റർ കോമ്പാറ്റ് തുടങ്ങിയതിന് ശേഷം എനിക്കിങ്ങനെ ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്നു തുടങ്ങി. അപ്പം ഈ നോട്ട് കോയിൻ ഇങ്ങനെ ഹാംസ്റ്റർ പോലെ മുമ്പ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്തപ്പം ആൾക്കാർ ഞെട്ടിപ്പോയ സംഭവമാണെന്ന് എനിക്കറിയാമെങ്കിലും ആ ടൈമിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. ഹാംസ്റ്റർ വന്നതിന് ശേഷം ഞാൻ ഇതായിട്ട് സിമിലറായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ അറിഞ്ഞത്. അപ്പം ഹാംസ്റ്ററിൽ ചെറിയ ചെറിയ പ്രതീക്ഷ ഉണ്ട്. ഇപ്പോൾ ഞാൻ പ്രതീക്ഷ മൊത്തമായിട്ട് കൈവിട്ടിട്ടില്ല, പക്ഷെ എന്നാലും ഏറെക്കുറെ പ്രതീക്ഷയൊക്കെ പോയി. എന്നാലും ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. അങ്ങനെ ചില ആൾക്കാരുടെ യൂട്യൂബ് ഉപദേശം കാരണം ഞാൻ ട്രോണിക്സ് ആപ്പ് എന്ന ടെലിഗ്രാം ബോട്ട് വഴി ട്രോൺ കോയിൻ മൈൻ ചെയ്യാൻ തുടങ്ങി. ട്രോൺ കോയിൻ എന്ന് പറയുന്നത് ശരിയായൊരു കോയിൻ തന്നെയാണ്, അതായത് ഒരു ക്രിപ്റ്റോ കറൻസിയാണ്, വാല്യൂ ഉള്ള ക്രിപ്റ്റോ കറൻസിയാണ്. പക്ഷേ ആ ടെലിഗ്രാം ബോട്ട് വഴി നമ്മളൊന്നും ചെയ്യാണ്ട് ആ കോയിൻ നമുക്ക് മൈൻ ചെയ്ത് തരും എന്നുള്ളത് ഞാൻ കയറി. അപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മളിങ്ങനെ ഒന്നും ചെയ്യാണ്ട് ഇവർ നമുക്ക് തരണമെങ്കിൽ ഒരു റീസണിങ് ഇല്ലല്ലോ. എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്താ അവർ പൈസ പ്രിൻ്റ് ചെയ്യുന്ന മെഷീനോ, അങ്ങനെയൊന്നും അല്ലല്ലോ. പക്ഷേ ഞാനതിനെ വെറുതെ കയറി നോക്കി. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് സംഭവം എന്നൊക്കെ കറക്റ്റായിട്ട് അറിയും. അതിന് എനിക്ക് പിന്നെയും പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, അതിൻ്റെ ശേഷം ഞാൻ വേറൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ട്രോണിക്സ് ആപ്പിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ അധികം ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിൽ ആക്കാൻ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഞാൻ അവിടെ നമ്മൾ അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് കൂടുതൽ പൈസ കിട്ടുന്നുള്ള രീതിയിൽ ഞാൻ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് എത്ര ഇൻവെസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഞാൻ 600 ട്രോണാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. എൻ്റെ സ്പീഡ് 11 GHz കൂട്ടാൻ വേണ്ടിയിട്ട്. അതായത് എനിക്ക് 600 ട്രോൺ ഒരു മാസത്തിന് മുമ്പായിട്ട് എനിക്ക് തിരിച്ചു കിട്ടും. 30 ദിവസമാണ് ഒരു ബഡ്ജറ്റ് പോകുന്നത്. അപ്പം ആ 30 ദിവസത്തിനുള്ളിൽ 600 ട്രോണും അതിൻ്റെ നെറ്റ് പ്രോഫിറ്റും എനിക്ക് കിട്ടേണ്ടതാണ്. 600 ട്രോൺ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ഓൾമോസ്റ്റ് $US കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ $60 ആണ്. അത് പക്ഷേ 600 ട്രോൺ ഇപ്പം 0 ട്രോണായി. എൻ്റെ $60 പോയി ഗൈസ്, മൂഞ്ച്. ഓക്കെ, അപ്പം ഞാൻ കളിച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ട്രോണിക്സ് ആപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു ട്രോണിക്സ് ആപ്പ്. ഇപ്പം നോക്കുമ്പോൾ യൂസർ നെയിം നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. മൂഞ്ചി ഗൈസ്, മൂഞ്ചി. എൻ്റെ $60 എന്ന് പറയുമ്പോൾ എത്ര റുപ്യ? $60. എൻ്റെ 5000 രൂപ നഷ്ടപ്പെട്ടു പോയി ഗൈസ്, നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, ഇവിടെ ഇപ്പം യൂസർ നെയിം നോട്ട് ഫൗണ്ട്. പക്ഷേ ഇതിപ്പോൾ ഡിലീറ്റഡ് അക്കൗണ്ട് ആയതുകൊണ്ട് ഇതായിരുന്നു എൻ്റെ ആപ്പ്. സ്റ്റാർട്ട് ചെയ്താൽ നേരെ വന്ന് ട്രോൺ മൈൻ ചെയ്യും.
അതിൻ്റെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ മാസം അവസാനം ഞാൻ മൊത്തം വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് $30 $3 $30 എത്രയോ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ നെറ്റ് പ്രോഫിറ്റാണ് ഞാൻ പറയുന്നത്. ടോട്ടൽ കിട്ടേണ്ടത് 700 ട്രോൺ എന്തോ ആയിരുന്നു. 600 ട്രോൺ ഇൻവെസ്റ്റ് ചെയ്ത് 100 ട്രോൺ എക്സ്ട്രാ കിട്ടുന്നുള്ള രീതിയിലായിരുന്നു സംഭവങ്ങളൊക്കെ. പക്ഷേ മൂഞ്ചിപ്പോയി ഗൈസ്, മൂഞ്ചിപ്പോയി. ഇന്നത്തെ ആപ്പേ ഇപ്പോൾ ഇല്ല, അവർ ഡിലീറ്റ് ചെയ്ത്. വലിയൊരു സ്കാമായിരുന്നു, നല്ലൊരു പ്ലാനിങ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവരിങ്ങനെ 0.0 ട്രോൺ ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് കൊടുത്ത് നമ്മളതിൻ്റെ ആപ്പിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മളടുത്ത് അധികം ട്രോൺ വാങ്ങിക്കാൻ വേണ്ടി കൊതിപ്പിച്ചിട്ട് അങ്ങനെ ആൾക്കാർ റീച്ച് കൂടി വന്നപ്പം അവരാ പൈസയൊക്കെ എടുത്ത് അങ്ങ് മുങ്ങി. ഏതാ ഐഡിയ വരെ സ്കാം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ സ്കാം ആക്കണം. അപ്പം ഇങ്ങനത്തെ മൂഞ്ചലിനൊന്നും പോകാൻ നിൽക്കരുത് എന്നാണ് എൻ്റെ ഏക ഉപദേശം. അപ്പം ഇങ്ങനത്തെ ആപ്പേ ഇപ്പം ഇല്ല. പിന്നെ ട്രോണിക്സ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പേജുണ്ട്, അതിനകത്ത് സ്റ്റാർട്ട് ബട്ടൺ നെക്കിയിട്ട് കാര്യമില്ല. ഇതൊക്കെ ഒഴിവാക്കിപ്പോയി ഗൈസ്. വരെ എന്നെ പോലത്തെ കുറേ ആൾക്കാർ മൂഞ്ചിട്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഓരോ പുതിയ ഇതിലും വലിയ പൈസ ഇടാണ്ട് ശ്രദ്ധിക്കണം. ചെറിയ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്തതാണ്. നമ്മൾ വലിയ പൈസ ഇട്ടാൽ അവരെടുത്ത് പോയാൽ നമ്മൾ അറിയുന്നില്ല, നമുക്ക് ചോദിക്കാനും പറയാനും ആളുമില്ല. ഇത് ആരോ ഉണ്ടാക്കിയ ബോട്ടാണ്, ഇതിൻ്റെ ഓണർ ആരാന്നും കൂടി ആർക്കും അറിയില്ല. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. അപ്പം നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും സൂക്ഷിക്കാം. ഞാൻ ശരിക്കും എൻ്റെ വീഡിയോ എടുക്കാൻ നിന്നതായിരുന്നു. ഒരു മാസം കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നിന്നതായിരുന്നു. പക്ഷെ അപ്പാണ് നോക്കുമ്പോൾ ഇതൊക്കെ സംഭവിച്ചത്. അതായത് എങ്ങനെ ഇതിന്ന് പൈസ വലിക്കണമെന്നും ട്രോണിക്സ് വഴി ഉണ്ടാക്കിയ പൈസ എങ്ങനെ വലിക്കണമെന്നും എങ്ങനെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത്ര പൈസ കിട്ടിയെന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ട് ഇതിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ നേരത്തെ അറിഞ്ഞാൽ നന്നായി. പിന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രൂഫ് കാണിക്കാമെന്ന് വിചാരിച്ച്. ഇതായിരുന്നു എൻ്റെ പഴയ അക്കൗണ്ടിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്. ഇതിന് കൂടുതലൊന്നും എൻ്റെ അടുത്തില്ല, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്കൊന്നും കാണിക്കാൻ കഴിയില്ല. പക്ഷേ എൻ്റെ സ്പീഡ് 11 GHz ആയിരുന്നു. മുമ്പത്തെ ഫോട്ടോസ് വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് 1 GHz സ്പീഡാണ് കാണാം. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് 11 GHz ആക്കാൻ വേണ്ടിയിട്ട് $60 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. $500, അതായത് 600 ട്രോൺസ്. അതിനകത്ത് 500 ട്രോൺസ് ആദ്യവും പിന്നെ 100 ട്രോൺസ് പിന്നെയും, അങ്ങനെ ടോട്ടൽ 600 ട്രോൺസ് ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. പിന്നെ ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ 17.5 ട്രോൺസ് ഞാൻ വിഡ്രോ ചെയ്തിരുന്നു. അതിൻ്റെ ട്രാൻസാക്ഷൻ റെസിപ്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ പൈസ എനിക്ക് ബൈനാൻസ് വഴി ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അതിനൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ട്രസ്റ്റ് ചെയ്തത്. അത് പിന്നീട് തെറ്റാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പം ദിസ് ഈസ് ദ വീഡിയോ ഓഫ് ബ്രീഫ്ലി ഹൗ ഐ ഗോട്ട് സ്കാംഡ് ബൈ യൂട്യൂബേഴ്സ്, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഓൺ ക്രിപ്റ്റോ. ബൈ ഗൈസ്, താങ്ക് യു. ശുഭദിനം.